നമസ്കാരം, ചലഞ്ചർ ആപ്പിലെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എൽ പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 2023-24 കറണ്ട് അഫേഴ്സ്, ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പദവികളും നിയമനങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഭരണ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമനങ്ങളാവട്ടെ അല്ലെങ്കിൽ പദ്ധതികളാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഭരണവും ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഏർപ്പെടുത്തിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ജനറൽ ഫാക്ട് ആണ്. ഓക്കെ, മെഡിസെപ്പ് അല്ലെ? ഈ മെഡിസെപ്പിന്റെ ഫുൾ ഫോം എന്താ? മെഡിസെപ്പിന്റെ ഫുൾ ഫോം എന്താ? മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. കേട്ടോ, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നുള്ളതാണ് മെഡിസെപ്പിന്റെ ഫുൾ ഫോം. ഒന്നും രണ്ടാമത് മനസ്സിലാക്കുക, ഈ മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ പേരെന്താണ്? ഓറിയന്റൽ ഇൻഷുറൻസ്. ഏത് കമ്പനിയാണ്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് മെഡിസെപ്പുമായി സഹകരിക്കുന്നത്. 2022 ജൂലൈ 1 മുതൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും 500 രൂപ പ്രീമിയം ഈടാക്കിയിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷനേഴ്സിനും വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് മനസ്സിലാക്കും. ഓക്കെ, രണ്ടാമത്തേത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാര്? നമ്മൾ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെ മുമ്പ് പഠിച്ചിരുന്നു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ, ഇത് 2023 നടന്ന ഒരു നിയമനമായിരുന്നു, അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഓക്കെ, രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു, മനസ്സിലാക്കുക. KC റോസക്കുട്ടി അല്ലെ? KC റോസക്കുട്ടിയാണ് നിലവിലെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ എന്ന് അറിഞ്ഞിരിക്കുക. കേട്ടോ, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 1988 ഫെബ്രുവരി 22 കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ്. ഓക്കെ, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 1988 ഫെബ്രുവരി 22 എന്ത് പ്രകാരം നിലവിൽ വന്നിരിക്കുന്നത്? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇതെന്ന് മനസ്സിലാക്കുക. കേട്ടോ, വികസന കോർപ്പറേഷൻ. ഒക്കെ, നെക്സ്റ്റ്, വയോജനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ വീട്ടിലെത്തിച്ചു നൽകുന്നതിനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കീഴിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? വയോജനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്താണ്? കാരുണ്യ അറ്റ് ഹോം. അപ്പൊ കാരുണ്യ പദ്ധതിയെ കുറിച്ചും കാരുണ്യ ലോട്ടറിയെ കുറിച്ചൊക്കെ നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് നമ്മൾ ടോപ്പിക്കിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ അതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ പഠിക്കാനുള്ള ഒന്നാണ് വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കീഴിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് കാരുണ്യ അറ്റ് ഹോം. ഏതാണ്? കാരുണ്യ അറ്റ് ഹോം എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ കാരുണ്യ അറ്റ് ഹോമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്ന്, കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതിയാണെങ്കിൽ നടപ്പിലാക്കുന്നത് മനസ്സിലായി. ആരൊക്കെയാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്? വയോജനങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്കും മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നു. അപ്പോൾ വയോജനങ്ങൾ, വാർദ്ധക്യപരമായിട്ടുള്ള അസുഖങ്ങൾ കാരണം വീട്ടിലിരിക്കുന്ന ആളുകൾ, ഓക്കെ, അതുപോലെ തന്നെ ആണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾ, അവർക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം. ഓക്കെ, രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിലാണ് മരുന്നുകൾ എത്തിച്ചു നൽകുന്നത്. കാരുണ്യ ഫാർമസികളിൽ നിന്നും കമ്പോള വിലയേക്കാൾ താഴ്ന്ന നിരക്കിലാണ് വീട്ടിലെത്തിച്ച് നൽകുന്നത്. പദ്ധതിയിൽ വയോജനങ്ങൾക്ക് മരുന്നുകൾക്ക് 1% അധികം ഇളവ് നൽകുന്നു. അപ്പോൾ സാധാരണ കാരുണ്യ പദ്ധതി അല്ലെങ്കിൽ കാരുണ്യ ഫാർമസിയിൽ ഈ പറയുന്ന മരുന്നുകൾക്ക് വില കിഴിവുണ്ട്, അതിനേക്കാളും 1% അധികം ഇളവും കൂടെ ഈ പദ്ധതിയിലുള്ള വയോജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ്, നാലാമത്തെ ചോദ്യം: സ്ത്രീ സുരക്ഷ ആശയം പ്രചരിപ്പിക്കാൻ കേരള പോലീസ് തയ്യാറാക്കിയ ലഘുചിത്രം ഏത്? അതായത് സിനിമയാണ്, ലഘുചിത്രം, ഷോർട്ട് ഫിലിം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കവചം. അപ്പൊ സ്ത്രീ സുരക്ഷ ആശയം പ്രചരിപ്പിക്കാൻ കേരള പോലീസ് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമാണ് ഇതെന്ന് പറയുന്നത് കവചം. കവചം മാത്രമല്ല, കേരള പോലീസിന്റെ മറ്റു പല ചിത്രങ്ങൾ, അതായത് കാവൽ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഒക്കെ പ്രസിദ്ധമായിരുന്നു, ഒക്കെ അറിയപ്പെടുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, കവചം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കേരള പോലീസ് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം എന്ന് അറിഞ്ഞിരിക്കട്ടോ. ഇനി 5, 2023 ജനുവരിയിൽ
വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങളും അവയെക്കുറിച്ചുള്ള വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആരംഭിക്കുന്ന സംവിധാനം ഏതാണ്? അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അല്ലെ. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ, ആനുകൂല്യങ്ങളെ, സേവനങ്ങളെ ഇവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകാനും അത് ലഭ്യമാകുന്നതിനായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആരംഭിക്കുന്ന സംവിധാനമാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ. അപ്പൊ ഈ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിവിധ സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അവയിലുള്ള ബെനിഫിറ്റ്, ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാനും സാധിക്കുന്നതായിരിക്കും സിറ്റിസൺസ് ഫെസിലിറ്റേഷൻ സെന്റർ. കേട്ടോ, മറക്കാൻ പാടില്ല, സിറ്റിസൺസ് ഫെസിലിറ്റേഷൻ സെന്റർ, CFC കേട്ടോ, ഫെസിലിറ്റേഷൻ സെന്റർ. ഓക്കെ നെക്സ്റ്റ്. അപ്പൊ ഫെസിലിറ്റേഷൻ സെന്ററുകളുടെ ബോർഡിലും പഞ്ചായത്തിന്റെ ലോഗോയിലും ഒപ്പമുണ്ട് ഉറപ്പാണ്. എന്താണ്? ഒപ്പമുണ്ട് ഉറപ്പാണ് എന്ന മുദ്രാവാക്യം രേഖപ്പെടുത്തിയിരിക്കണം. ഒപ്പമുണ്ട് ഉറപ്പാണ്. ഇത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഫെസിലിറ്റേഷൻ. സിറ്റിസൺസ് ഫെസിലിറ്റേഷൻ സെന്റർ. 6. 2021 ജനുവരിയിൽ കേരള ഹൈക്കോടതി ജീവനക്കാരുടെ പെൻഷൻ പ്രായം എത്രയാണ് ഉയർത്തിയത്? അപ്പൊ നിലവിലെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം എത്രയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് ഹൈക്കോടതി ജീവനക്കാരുടെ പെൻഷൻ പ്രായം മാറ്റിയിരിക്കുന്നത്. ഹൈക്കോടതി ജീവനക്കാരുടെ പെൻഷൻ പ്രായം എത്രയാക്കി ഉയർത്തിയിരിക്കുന്നു? 60 ആക്കി ഉയർത്തിയിരിക്കുന്നു. ഹൈക്കോടതി ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 ആക്കി ഉയർത്തിയിരിക്കുന്നു കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ യുവജനതയെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച രജിസ്ട്രേഷൻ പോർട്ടൽ ഏതാണ്? അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ യൂത്ത് വിങ്ങിനെ, ജനവിഭാഗങ്ങളെ, യുവജനങ്ങളെ അവരെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി, മുഖ്യധാരയിലോട്ട് എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഗവൺമെന്റ് രജിസ്ട്രേഷൻ പോർട്ടലാണ് യുവസംഘം. ഇതാണ് യുവസംഘം. അപ്പൊ യുവസംഘം ഏത് മേഖലയിലെ യുവാക്കളെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. മറക്കാൻ പാടില്ല, 2024 തന്നെ 1-2 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇലക്ഷൻ നടന്നിരുന്നു. അവരുടെ പുതിയ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യേണ്ടതുണ്ട്, അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കാം. 2023 മാർച്ചിൽ കേരളത്തിലെ അംഗീകൃത സാമൂഹ്യാരോഗ്യ പ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായാണ് ഉയർത്തിയത്? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഹൈക്കോടതി ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 വയസ്സാക്കി ഉയർത്തിയതിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ആരുടെയും കൂടെ ഉയർത്തിയിരിക്കുന്നു, അതായത് അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായാണ് ഉയർത്തിയിരിക്കുന്നത്? ഉത്തരം 62 വയസ്സ്. എത്രയാണ്? 62 വയസ്സായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. മാർക്കല്ലേ. ഇനി 9ാമത്തെ ചോദ്യം. കേരളത്തിൽ കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധന എന്താണ്? കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ വേണ്ടി ആരംഭിച്ച പരിശോധന എന്താണ്? ഓപ്പറേഷൻ പ്യൂർ വാട്ടർ എന്നാണ്. ഓപ്പറേഷൻ പ്യൂർ വാട്ടർ മനസ്സിലാക്കുക. കേരളത്തിൽ കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ പ്യൂർ വാട്ടർ. 1. 2. കേരള സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം. അതായത് നമ്മളിവിടെ 2-3 അഡീഷണൽ ഫാക്ട്സുകൾ, അതായത് പദ്ധതികൾ ഡിസ്കസ് ചെയ്ത് പോവാണ്. കേരള സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം. കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി. വളരെ ഫ്രീക്വന്റ് ആയിക്കൊണ്ട് വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട ആഡുകൾ, പരസ്യങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഓൺലൈനിലൊക്കെ വരാറുണ്ട് അല്ലെ. വിമുക്തി ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയത്ത് പോലും വിമുക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇതെല്ലാം വന്നിരുന്നു. ആഡുകൾ വന്നിരുന്നു. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. സംസ്ഥാനത്തെ ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പ്യൂർ വാട്ടറിന്റെ കൂടെ മറ്റു പല പദ്ധതികളും കൂടെ പഠിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ പദ്ധതികൾ മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്. ആയുർദളം കേരള സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 2ാമത് വിമുക്തി, ലഹരി വിമുക്ത കേരളം പദ്ധതി കേരള സർക്കാരിന്റെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ. പിന്നെ ആരോഗ്യ ജാഗ്രത, അതായത് പകർച്ചവ്യാധി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം. രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് 6000 രൂപ നൽകുന്ന പദ്ധതി ഏതാണ്? രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് 6000 രൂപ നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഏതാണ്? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അപ്പോ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന മുമ്പ് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹ്യോഗ് യോജന എന്നറിയപ്പെട്ടിരുന്നതാണ്. ഇന്ദിരാഗാന്ധി മാതൃത്വ സഹ്യോഗ് യോജന എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതിയാണ്. ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീമാണ്, പ്രോഗ്രാമാണ് ഈ ഒരു പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്നത്. ഇത് 2010 സമാരംഭിക്കുകയും 2017
പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതായത് രണ്ടാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന എന്ന് പറയുന്ന പദ്ധതി തുടങ്ങിയത്. 2017 ഈ പദ്ധതി പുനർനാമകരണം ചെയ്തു. എന്തായിട്ടാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന കേട്ടോ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഓക്കെ, നെക്സ്റ്റ്, രാജ്യത്ത് ആദ്യമായി വീട്ടുജോലിക്കാരെ തൊഴിലാളി, അതായത് വീട്ടമ്മമാരെയും മറ്റും വീട്ടുജോലിക്കാരെ, ഓക്കെ, വീട്ടുജോലിക്കാരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആക്ട് റെഗുലേഷൻ ആൻഡ് വെൽഫെയർ വഴി നിയമപരിരക്ഷ നൽകാനായി കരട് ബിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അപ്പോ വീട്ടുജോലി ചെയ്യുന്ന ആളുകൾ, അതാരുമാവാം, വീട്ടുജോലിക്കാരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആക്ട് റെഗുലേഷൻ ആൻഡ് വെൽഫെയർ വഴി നിയമപരിരക്ഷ നൽകാനായി കരട് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഏത് സംസ്ഥാനത്താണ് ഈ ബില്ല് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കേരളമാണ് കേട്ടോ, കേരളമാണ്. ഓക്കെ, അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ടും വീട്ടുജോലിക്കാരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആക്ട് വഴി നിയമപരിരക്ഷ നൽകാൻ വേണ്ടി ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ഓക്കെ, 55 വയസ്സിൽ താഴെയുള്ള, ആരാണ്? 55 വയസ്സിൽ താഴെയുള്ള വിധവകൾക്ക് സ്വയം തൊഴിലിനും ഒറ്റത്തവണ 30,000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സഹായഹസ്തം. ഓക്കെ, അപ്പോ ഈ ഒരു തൊഴിലാളി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം, ആ ഒരു ആക്ട്, ഓക്കെ, ആ ഒരു ഡൊമസ്റ്റിക് വർക്കേഴ്സ് റെഗുലേഷൻ വെൽഫെയർ ആക്ട് എന്ന് പറയുന്ന ആക്ട് അവതരിപ്പിച്ച കേരളം എന്ന് പറഞ്ഞു. അതിനു പുറമെ നമ്മുടെ സംസ്ഥാനത്തുള്ള മറ്റു 2-3 സ്കീമുകൾ പറയാണ്. ഒന്ന് സഹായഹസ്തം, ഏതാണ്? 55 വയസ്സിൽ താഴെയുള്ള വിധവകൾക്ക് സ്വയം തൊഴിലിനും ഒറ്റത്തവണ 30,000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സഹായഹസ്തം. 2, സ്ത്രീകളുടെ പുനർവിവാഹത്തിന് 25,000 രൂപ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മംഗല്യം. ഓക്കെ, സ്ത്രീകളുടെ പുനർവിവാഹത്തിന് കേട്ടോ. 3, വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പടവുകൾ. ഓക്കെ, വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പടവുകൾ. ഈ 3 സ്കീംസും അഡീഷണലി ഇതിന്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ നമ്മള് തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി ആരെ? രാജ്യത്ത് ആദ്യമായിട്ട് വീട്ടുജോലിക്കാരെ തൊഴിലാളി എന്ന നിയമത്തിൽ ഉൾപ്പെടുത്തിയ നിയമം ഏതാണ്? ഓക്കെ, ഡൊമസ്റ്റിക് വർക്കേഴ്സ് റെഗുലേഷൻ വെൽഫെയർ ആക്ട് എന്ന് പറയുന്ന നിയമമാണ്. ഓക്കെ, സഹായഹസ്തം എന്ന് പറയുന്ന 55 വയസ്സിൽ താഴെയുള്ള വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കേരളമാണ് നടപ്പാക്കുന്നത്. മംഗല്യ എന്ന് പറഞ്ഞ പദ്ധതി സ്ത്രീകളുടെ പുനർവിവാഹത്തിന് വേണ്ടി 25,000 നൽകുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ വിധവകളുടെ മക്കൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ. നെക്സ്റ്റ്, നീതി ആയോഗിന് സമാനമായി എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വരാൻ പോകുന്ന സംവിധാനം ഏത്? ഞാൻ ഈ വർഷം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നോട്ട് ചെയ്തോണം. നീതി ആയോഗിന്റെ മാതൃകയിൽ അതിന് സമാനമായി എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വരാൻ പോകുന്ന സംവിധാനമാണ് ഏതെന്ന് പറയുന്നത് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. ഇതാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. നീതി ആയോഗിന്റെ ഫുൾ നെയിം എന്താണെന്നുള്ളത് മുമ്പ് PSC ചോദിച്ചതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. അതിന്റെ മാതൃകയിൽ ഒരു അഡ്വൈസറി ബോഡി ആയിക്കൊണ്ട്, ഒരു പ്ലാനിംഗ് ബോഡി ആയിക്കൊണ്ട് 6 സംസ്ഥാനങ്ങളിൽ വരുന്നു സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ വരുന്നു. സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ SSM. ഓക്കെ, നെക്സ്റ്റ്, കർണാടകയിലെ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? അപ്പൊ സിദ്ധാരാമയ്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് സർക്കാർ സ്ത്രീകൾക്കും ബസ്സിൽ സൗജന്യ, അതായത് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി. ആ പദ്ധതിയുടെ പേരാണൊക്കെ ശക്തി പദ്ധതി. ഏതാണ്? ശക്തി പദ്ധതി അല്ലെ? തമിഴ്നാട്ടിലും ഇത്തരത്തിലൊരു പദ്ധതി ഉണ്ട്. തമിഴ്നാട്ടിലും വനിതകൾക്കാണെങ്കിൽ സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്രയാണ്. അതേ മാതൃകയിലാണ് കർണാടകയിലും സ്ത്രീകൾക്ക് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി കൊണ്ടുവന്നത് ശക്തി പദ്ധതി. 75 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മരങ്ങൾ സംരക്ഷിക്കാൻ പ്രാണവായു പെൻഷൻ സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏത്? വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ഇതും പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്, പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, എന്താണ് ചോദ്യം? ഓക്കെ, പ്രാണവായു പെൻഷൻ സ്കീം ഏത് സംസ്ഥാനമാണ് കൊണ്ടുവന്നത്? ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്? 75 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മരങ്ങൾ, അവയെ സംരക്ഷിക്കുക. ഉത്തരം ഹരിയാന. ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരെന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് അല്ലെ? ഹാപ്പിനെസ് പാർക്ക്. ഓക്കെ, എല്ലാ പഞ്ചായത്തിലും, ഓക്കെ, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കാൻ തീരുമാനമെടുത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളമാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ കീഴിലും ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. കേരളമാണ് ഈ സംസ്ഥാനം എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, ഹാപ്പിനെസ് പാർക്ക്. ഓക്കെ, അതിൽ സെൽഫി പോയിന്റുകൾ ഉണ്ടാവും, പാർക്ക് പോലെ ഉണ്ടാവും, ഗാർഡൻ ഉണ്ടാവും, എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്നത്. അടുത്തത്,
കുട്ടികളിലെ പൗരബോധം വളർത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏത്? പൗരബോധം വളർത്തിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ബാലകേരളം. മറക്കാൻ പാടില്ല. നമുക്ക് സിവിക്സിന്റെ ഭാഗമായിട്ട് കേരളവും ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് കീഴിൽ ഒരുപാട് പദ്ധതികൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ കൂട്ടത്തിൽ ഒക്കെ ഉൾപ്പെടുത്തി പഠിക്കാവുന്ന പദ്ധതികളാണ് ഈ പറയുന്നത്. കുട്ടികളിലെ പൗരബോധം വളർത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം. കേരളത്തിൽ 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരും? ഈ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 2023 ഈ ഒരു വ്യക്തി, ഈ മുഖ്യമന്ത്രിയാണെങ്കിൽ അന്തരിച്ചത് ഉമ്മൻചാണ്ടിയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്ന MLA ആയിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ആണെങ്കിൽ 5 വർഷം ടേം പൂർത്തിയാക്കിയ കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്നു ഇദ്ദേഹം. അങ്ങനെയാണെങ്കിൽ ആദ്യമായിക്കൊണ്ട് 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കെ കരുണാകരനാണ് കേട്ടോ. കെ കരുണാകരൻ. രണ്ടാമത് ഉമ്മൻചാണ്ടിയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ പരാതി പരിഹാര മാർഗ പദ്ധതി ഏതാണ്? അപ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. അക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചോദ്യമാണിത്. അദ്ദേഹം നടപ്പിലാക്കിയ പരാതി പരിഹാര മാർഗ പദ്ധതി എന്നുള്ളതാണ് ഉത്തരം. ജനസമ്പർക്ക പരിപാടി അല്ലെ, ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിച്ച അവാർഡൊക്കെ ലഭിച്ച പദ്ധതിയായിരുന്നു ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത്. 2004 ജനസമ്പർക്ക പരിപാടി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ലോക കേരള സഭയുടെ ലോക കേരള കേന്ദ്രം, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ലോക കേരള കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരള സഭയുടെ ലോക കേരള കേന്ദ്രം നിലവിൽ വരാൻ പോകുന്നത് മാവേലിക്കര എന്ന് പറയുമ്പോൾ അത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലെ കണ്ണമംഗലത്താണ് ലോക കേരള കേന്ദ്രം നിലവിൽ വരാൻ പോകുന്നത് കേട്ടോ. കേരള സഭയുടെ കേരള കേന്ദ്രം മാവേലിക്കരയിലെ കണ്ണമംഗലത്ത്. സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കുവാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുവാനുള്ള കുടുംബശ്രീ പദ്ധതി വളരെ നല്ലൊരു പദ്ധതിയല്ലേ? യെസ്, സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ വേണ്ടി കുടുംബശ്രീ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് ജെൻഡർ പോയിന്റ് പേഴ്സൺ, JPP കേട്ടോ, ജെൻഡർ പോയിന്റ് പേഴ്സൺ. സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ വേണ്ടി സ്ത്രീകളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് ജെൻഡർ പോയിന്റ് പേഴ്സൺ. സ്ത്രീകളുടെ പദവി സമൂഹത്തിൽ ഉയർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. ഇനി അടുത്ത ചോദ്യം. അടൽ ഇന്നൊവേഷൻ മിഷനും ഓപ്പോ ഇന്ത്യയും ചേർന്ന് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ സ്ഥാപിക്കുന്ന അടൽ തിങ്കറിംഗ് ലാബ് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അടൽ ഇന്നൊവേഷൻ മിഷനും ഓപ്പോ ഇന്ത്യയും ചേർന്ന് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ സ്ഥാപിക്കുന്ന അടൽ തിങ്കറിംഗ് ലാബ് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഉത്തരം ഇതാണ്, കേരളമാണെന്ന് മനസ്സിലാക്കട്ടോ. നീതി ആയോഗിന്റെ കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷന്റെ പദ്ധതിയാണ് അടൽ തിങ്കറിംഗ് ലാബ്. അപ്പോ ഇത് ആരോടും കൂടി ചേർന്നിട്ടാണ്? ഓപ്പോ ഇന്ത്യ അറിയാലോ, മൊബൈൽ കമ്പനിയാണ്. ഓപ്പോ ഇന്ത്യയും കൂടി ചേർന്നിട്ടാണ് ഈ അടൽ തിങ്കറിംഗ് ലാബ് നിലവിൽ വരുന്നത് കേരളത്തിലാണ്. വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിന് വേണ്ടി സ്കൂൾ തലത്തിൽ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി. വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിന് വേണ്ടി സ്കൂൾ തലത്തിൽ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്ന് പറയുന്നത് ഉമീദ്. എന്താണ് ഉമീദിന്റെ ഫുൾ ഫോം എന്താണ്? ഉമീദ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, മോട്ടിവേറ്റ്, മാനേജ്, എംപഥൈസ്, എംപവർ, ഡെവലപ്പ്. എന്താണ് ഉമീദിന്റെ ഫുൾ ഫോം? അണ്ടർസ്റ്റാൻഡ്, മോട്ടിവേറ്റ്, മാനേജ്, എംപഥൈസ്, എംപവർ, ഡെവലപ്പ്. ഇത് നോട്ട് ചെയ്തോണേ. ഇതും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് പദ്ധതിയാണ്. വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഉമീദ്. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്ന ഈ ഒരു പഠന ഗ്രന്ഥം, ഇതിന്റെ രചയിതാവ് ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. കേരളത്തിന്റെ നിലവിലെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. PWD വകുപ്പ് മന്ത്രിയും കൂടിയാണ് PA മുഹമ്മദ് റിയാസ്. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്ന പഠന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് PA മുഹമ്മദ് റിയാസ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പാലക്കാടാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത്. വ്യവസായ പാർക്ക് ആരംഭിച്ച കമ്പനിയാണ് ഫെദർ ലൈക്ക് ഫോം പ്രൈവറ്റ് ലിമിറ്റഡ്. എന്താണ് ഫെദർ ലൈക്ക് ഫോം പ്രൈവറ്റ് ലിമിറ്റഡും പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചത് കേരള വ്യവസായ വകുപ്പാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യാവസായിക അല്ലെങ്കിൽ വ്യവസായ പാർക്കാണ്, ഇൻഡസ്ട്രിയൽ പാർക്കാണ് പാലക്കാട് നിലവിൽ വന്നത്. നെക്സ്റ്റ്, 2021 നവംബറിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയമായ ലാഡർ
ക്യാപിറ്റൽ ഹിൽ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ് ലാഡർ ക്യാപിറ്റൽ ഹിൽ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് മറക്കാൻ പാടില്ല. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇത് സ്ഥിതി ചെയ്യുന്നത് പാങ്ങാപ്പാറ. പാങ്ങാപ്പാറ എന്ന് പറയുമ്പോൾ ഏത് സ്ഥലത്താണ്? ഏത് ജില്ലയിലാണ്? അപ്പൊ പാങ്ങാപ്പാറ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ജില്ലയിലാണ്. ട്രിവാൻഡ്രം ജില്ലയിലാണ്. മനസ്സിലാക്കുക. നിർമ്മാതാക്കൾ കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ലാഡർ കേട്ടോ. കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. മനസ്സിലാക്കുക. ട്രിവാൻഡ്രം ജില്ലയിലെ പാങ്ങാപ്പാറയിലാണ് ഇത് സ്ഥിതി ചെയ്തത്. ലാഡർ ക്യാപിറ്റൽ ഹിൽ അപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്ത മന്ത്രിയുടെ പേര്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്ന ചോദ്യം 2-3 തവണയെങ്കിലും PSC കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, മത്സ്യബന്ധന വകുപ്പ്, ഫിഷറീസ് വകുപ്പ് ആ രീതിയിലാണ് ചോദിക്കാറ്. ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? ഉത്തരം സജി ചെറിയാൻ. അപ്പൊ സജി ചെറിയാന് ഈ ഫിഷറീസ് വകുപ്പിന് പുറമെ മറ്റേതൊക്കെ വകുപ്പുകളുടെ ചുമതല ഉണ്ടെന്ന് നോക്കാം. ഫിഷറീസ് വകുപ്പ് ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് ഇദ്ദേഹത്തിന് കീഴിലുള്ള വകുപ്പാണ്. ഫിഷറീസ് സർവകലാശാല ഇദ്ദേഹത്തിന് കീഴിലാണ്. യുവജനകാര്യ വകുപ്പും സാംസ്കാരികം, ഓക്കെ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമ നിധി ബോർഡ്, ഇത്രയും കാര്യങ്ങൾ ആരുടെ കീഴിലാണ് വരുന്നത്? സജി ചെറിയാന്റെ കീഴിലാണ് വരുന്നത്. മനസ്സിലാക്കണം. അപ്പം 2-3 തവണ ചോദിച്ചാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പോ കേരളത്തിലെ നിലവിലുള്ള മന്ത്രിമാരും അവരുടെ വകുപ്പുകളും പഠിച്ചിട്ട് പോകണം. ഇപ്പോൾ 2024 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ കേരളത്തിൽ വീണ്ടും ഒരു ക്യാബിനറ്റ് ഷഫിൾ വരാൻ സാധ്യതയുണ്ട്. മന്ത്രിസഭ പുനഃസംഘടന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ മന്ത്രിമാര് അദ്ദേഹം ചുമതല ഏൽക്കും. അപ്പൊ ആ സമയത്ത് അതും കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമുക്ക് നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. ഇതെല്ലാവരും വായിച്ച് പഠിച്ച് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു.